സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇഡി അന്വേഷണം കൂടുതൽ സിനിമാ താരങ്ങളിലേക്ക് നീളും. നടൻ ജയസൂര്യയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നും സൂചന. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു നടൻ ജയസൂര്യയെയും ഭാര്യ സരിതയെയും ഇഡി ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം, സേവ് ബോക്സുമായി ബന്ധപ്പെട്ട ഇഡിയുടെ അടുത്ത നടപടികൾ എങ്ങനെയാണ് എന്ന്. അന്വേഷണം കൂടുതൽ സിനിമാ താരങ്ങളിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിയോഫിൻ, സേവ് ബോക്സ് കേസിൽ അന്വേഷണം കൂടുതൽ സിനിമാ താരങ്ങളിലേക്ക് പോകുമെന്നാണോ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? അതിൽ തന്നെ ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണോ ഇപ്പോൾ കാണുന്നത്? മനു, നിലവിൽ ഇന്നലെ ജയസൂര്യയും ഭാര്യ സരിതയെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇനി വീണ്ടും ജയസൂര്യ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന ഇഡിക്കുണ്ട്. ഇത് കൂടാതെ തന്നെ ഇഡിയുടെ അന്വേഷണം മറ്റ് സിനിമാ താരങ്ങളിലേക്ക് നീളുകയാണ്. ഇവരുടെ ഈ സേവ് ബോക്സിൻ്റെ ഒരു ലോഞ്ചിങ് നേരത്തെ തൃശ്ശൂരിൽ നടന്നിരുന്നു. അതിൽ ജയസൂര്യയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രധാന അതിഥിയായി ജയസൂര്യ എത്തുമ്പോൾ അതിനൊപ്പം തന്നെ മറ്റ് നിരവധി താരങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങിൽ പങ്കെടുത്ത താരങ്ങളെയൊക്കെ അവരെല്ലാം നിരീക്ഷണത്തിലാണ്. ഈ താരങ്ങളെയും ഒരുപക്ഷെ അവർക്ക് നേരെ അന്വേഷണം നീളും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഇവർക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നതാണ്. അതായത് ഈ സേവ് ബോക്സ് എന്ന ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സ്വാദിഖ് റഹീമിൻ്റെ സ്ഥാപനമാണ് തൃശ്ശൂർ സ്വദേശി. ഇയാൾ വലിയ തട്ടിപ്പുകാരനാണ് എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം, ഇഡിക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇയാളെ നേരത്തെ ഒരു 2 വർഷത്തോളം മുൻപ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ. കാരണം ഈ സേവ് ബോക്സ് ആപ്പ് എന്നത് ഇയാൾ ഒരുപാട് തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നു. ഓൺലൈൻ ലേലത്തിലൂടെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഈ ലേലത്തിൽ വാങ്ങാൻ കഴിയും എന്ന് പറഞ്ഞ് രൂപപ്പെടുത്തിയ ആപ്പാണ്. അങ്ങനെ ഒരു ഓൺലൈൻ ട്രേഡിംഗ് സംവിധാനം, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇതിനുശേഷം ഒരു മൊബൈൽ ആപ്പ് കൂടി ഇയാൾ നിർമ്മിച്ചു. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായാണ് ജയസൂര്യ പ്രവർത്തിച്ചത്. 2 കാര്യങ്ങളാണ് ഇഡി അന്വേഷിക്കുന്നത്. ഇയാളുടെ അതായത് ഈ സ്വാദിഖ് റഹീമിൻ്റെ കമ്പനി ഈ സ്ഥാപനത്തിൽ ഈ സേവ് ബോക്സിൽ ജയസൂര്യയ്ക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ, അതോടൊപ്പം ഇയാൾ ബ്രാൻഡ് അംബാസഡറായി ഇയാൾ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നു. അങ്ങനെ പണം ഈ ജയസൂര്യയ്ക്ക് ലഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ജയസൂര്യയെ ചോദ്യം ചെയ്തത്. തന്നെയുമല്ല, ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നാണ്. പ്രധാനമായും കോടികളുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ട്. ഈ സ്വാദിഖ് റഹീം സിനിമാ മേഖലയിലുള്ളവരുമായി ബന്ധമുള്ള ആളാണ്. അയാൾ 1-2 സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായി ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചില സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമാക്കാരുമായി ഒരുപാട് ബന്ധമുണ്ട്. ആ ബന്ധം തൻ്റെ തട്ടിപ്പ് വിപുലപ്പെടുത്താനായി ഇയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഇഡി അന്വേഷിക്കുന്നത്. അങ്ങനെ കോടികളുടെ തട്ടിപ്പ് നടന്നുകൊണ്ട് തന്നെയാണ് ഇഡി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി അന്വേഷിക്കുന്നത്. ആദ്യം പരാതി ലഭിച്ച നേരത്തെ പോലീസിനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഫ്രാഞ്ചൈസി സേവ് ബോക്സിൻ്റെ ഫ്രാഞ്ചൈസി നൽകാം എന്ന് പറഞ്ഞാണ് ഇയാൾ നിരവധി പേരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഇയാൾ ഇൻവെസ്റ്റ്മെൻറ്റായി വാങ്ങിയിരുന്നത്. എന്നാൽ പിന്നീട് ഈ ഫ്രാഞ്ചൈസി ലഭിക്കുകയുണ്ടായില്ല. യാതൊരു രീതിയിലുള്ള നേട്ടമോ മുടക്കിയ പൈസയും കിട്ടിയില്ല, ലാഭവും കിട്ടിയില്ല. 25 ലക്ഷം രൂപയുടെ ലാഭം ലഭ്യമാകുമെന്ന് പറഞ്ഞാണ് ഇയാൾ നിരവധി പേരെ ഇയാൾ തട്ടിപ്പിലേക്ക് ചേർത്തത്. പക്ഷേ ഇയാളുടെ വാക്സാമർത്ഥ്യവും സിനിമാക്കാരുമായുള്ള ബന്ധം, സിനിമാ താരങ്ങളുടെ ഒപ്പം നിന്നുള്ള ഫോട്ടോ ഒക്കെ ഉപയോഗിച്ചാണ് ഇയാൾ വൻ തട്ടിപ്പ് നടത്തിയത്. അങ്ങനെ ഇയാൾ രൂപീകരിച്ചത്. അത് തന്നെയുമല്ല, ഇയാളൊരു വാക്ചാതുരി പ്രത്യേകമാണ്. ഇയാൾ LLB കഴിഞ്ഞ ആളാണെന്നൊക്കെയാണ് ഇയാൾ പലരോടും പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമുക്കറിയില്ല, സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള പല രീതിയിൽ, അതായത് മോട്ടിവേഷൻ ട്രെയിനറായി പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സമർത്ഥമായി ഈ വാക്ചാതുരിയിലൂടെ എല്ലാവരെയും വശത്താക്കാൻ കഴിവുള്ള ഒരാൾ. അങ്ങനെയാണ് ഇയാൾ ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആപ്പാണ് ഇത്തരത്തിൽ ലേലത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയും. അങ്ങനത്തെ ഒരു സംവിധാനം ആദ്യമായിട്ടാണ്, ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തിയത്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിരവധി പേരിൽ നിന്ന് വാങ്ങിയിരുന്നു. ഈ ഒരു സാധനം വലിയ വിജയമായി മാറുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ലാഭം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇയാൾ സ്വീകരിച്ചത്. പക്ഷേ പണം മുടക്കിയവർക്ക് ഈ ലാഭം ലഭിച്ചില്ല, മുതൽ ലഭിച്ചില്ല. പിന്നീട് ഈ സ്വാദിഖ് റഹീമിനെ വിളിക്കുമ്പോൾ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെയാണ് ആളുകൾ ഈ നിക്ഷേപം നടത്തിയവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായത്. ഈ സ്ഥാപനം പിന്നീട് പ്രവർത്തിക്കുന്നില്ല. ഇയാളുടെ തൃശ്ശൂരുണ്ടായിരുന്ന ഓഫീസൊക്കെ പൂട്ടിപ്പോയിരുന്നു. അതിനുശേഷമാണ് ഇഡി അന്വേഷണം നടത്തിയത്. കാരണം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതായി വിവരം ലഭ്യമായതിനെ തുടർന്നാണ് ഈ അന്വേഷണം ഇഡി ഏറ്റെടുത്തത്. തന്നെയുമല്ല, ഇയാളുടെ തട്ടിപ്പ്, ഈ നിക്ഷേപം എന്ന് പറയുന്നത് ഈ ലേലത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള, അതായത് ഈ ആപ്പ് വഴി ലേലം നടത്തണമെങ്കിൽ ഇവർ ലഭ്യമാക്കുന്ന ഒരു കറൻസി ഉണ്ട്, കോയിൻ ഉണ്ട്. ആ കോയിൻ ആണ് പണം നൽകി ഈ നിക്ഷേപം നടത്തുന്നവർ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ലേലം നടത്തേണ്ടവർ വാങ്ങേണ്ടത്. അങ്ങനെ വാങ്ങിയ ആ കോയിൻ ഉപയോഗിച്ച്, ഇലക്ട്രോണിക് കോയിൻ ഉപയോഗിച്ചിട്ടാണ് ഈ സംവിധാനം അല്ലെങ്കിൽ ലേലം നടത്തിയിരുന്നത്. അങ്ങനെ ആ ലേല ആപ്പായിരുന്നു, ആ ബിഡിംഗ് ആപ്പിലൂടെയാണ് ഈ തട്ടിപ്പ് നടത്തിയത്. കോടികളുടെ തട്ടിപ്പുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് പിന്നീട് ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചത്. ഈ
ജയസൂര്യ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഉദ്ഘാടനം മുതൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ഉദ്ഘാടനത്തിന് സമയത്ത് ഇയാൾ പുറത്തിറക്കിയ, അതായത് ഈ സ്വാദിഖ് റഹീം പുറത്തിറക്കിയ ഒരു വീഡിയോയിൽ ജയസൂര്യയുടെ ഒരു സിനിമയെ അനുകരിച്ചുകൊണ്ട് ജോയ് താക്കോൽക്കാരൻ, തൃശ്ശൂരിലെ ജോയ് താക്കോൽക്കാരനെ കാണാൻ ജയസൂര്യ എത്തി എന്നൊക്കെയുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ഈ വീഡിയോ ഒക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ളൊരു വ്യാപകമായി തന്നെ ഈ ജയസൂര്യ ഇയാൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ ജയസൂര്യയ്ക്ക് നേട്ടമുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ED പ്രധാനമായി അന്വേഷിക്കുന്നത്. ജയസൂര്യയ്ക്ക് ഇതിനകത്ത് നിക്ഷേപമുണ്ടോ, ജയസൂര്യ ലാഭമുണ്ടോ, ഈ തട്ടിപ്പ് നടത്തിയ പണം ജയസൂര്യയുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് ശരി, അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതായാലും വിശദമായി തന്നെ പരിശോധിക്കട്ടെ. അന്വേഷണം നേരായ വഴിക്ക് പോകുമോ അതോ ED അന്വേഷണം വഴിതെറ്റിപ്പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഏതായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. വിവരങ്ങളാണ് തിയോഫിൻ കൊച്ചിയിൽ നിന്ന് നമുക്ക് നൽകിയത്.